ഇന്ന് നമ്മുടെ SSLC പുത്രന് SSLC പരീക്ഷ കാലഘട്ടം അടുത്തു വരികയാണ്. അതിനിടയിൽ എവിടെ നിന്നോ പോയി പനി ഒപ്പിച്ചിട്ടുണ്ടോ നമ്മുടെ പ്രിയങ്കരനായ ഋതുവർഷന്. സോ പഠിത്തം അതാണ് ഇന്നത്തെ കണ്ടന്റ്. പഠിപ്പിക്കാൻ പോകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച സാധനങ്ങളാണ് പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ നുബസ്റ്റാല് പഠിത്തമല്ല, നമ്മൾ എങ്ങനെ ഒരു പരീക്ഷ പാസ്സാവണം അതിനെ പറ്റിയുള്ള ഒരു ചെറിയ കണ്ടന്റിലുള്ള ഒരു ചെറിയ ക്ലാസ്. ഫസ്റ്റ് നമ്മൾ വേണ്ടത് എന്താന്ന് വെച്ചാൽ ടെക്സ്റ്റ് ഫുൾ ഇങ്ങനെ തുറക്കാം. നമുക്കുള്ള പാഠങ്ങൾ നോക്കാം, അതാണ് ഫസ്റ്റ് വേണ്ടത്. ഇതിൽ ഏത് പാഠങ്ങളിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്? ഒരുപാട് എഴുതണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഴുതാൻ താല്പര്യമില്ലാത്ത നിന്നെ പോലുള്ള ഉഴപ്പന്മാർക്ക് പറ്റിയ പരിപാടിയല്ല. പക്ഷെ നിനക്ക് A+ കിട്ടുമോ മലയാളത്തിന്റെ? പിന്നെ അവൻ A+ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് A+ കിട്ടിയില്ല. എനിക്ക് മലയാളത്തിന് മാത്രമാണ് A+ പോയത്. പക്ഷെ ഞാൻ എല്ലാം കോപ്പി അടിച്ച് 8 A+ എൻ്റെ 10ാം ക്ലാസ് കാലഘട്ടത്തിൽ വന്നു. മലയാളം ഫസ്റ്റും സെക്കൻഡും പോയിട്ടും ഞാൻ ബാക്കി എല്ലാത്തിനും A+ കോപ്പി അടിച്ചു വാങ്ങിയതാണ്. സുഹൃത്തുക്കളെ, അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ടെസ്റ്റ്. നമ്മളെ പഠിപ്പിച്ച സാറ് വന്നത് ഇവിടെ തലയിൽ കളറൊക്കെ അടിച്ചുകൊണ്ട് ഇതെന്താണ് ഇങ്ങനെയാണെന്ന് കുഞ്ഞില്ലേ ഇവിടെ ഒന്ന് കുഞ്ഞില്ലേ ഇവിടെ ഒന്ന് കുഞ്ഞില്ലേ വീഡിയോ എടുക്കുകയാണെന്ന് തോന്നുന്നു. അതിനകത്ത് ചീത്ത വിളിയൊക്കെയാണ്. കൊള്ളത്തില്ലേ? കൊള്ളത്തില്ലേ? തൊടയോ? ആരുടെ തൊട? തല ഉടയ്ക്കാൻ കൊള്ളാം, നല്ല തൊടയാ. എന്താ സീനാണോ? സീനാണോ? ഇല്ല, ഇയാളെ മുടി ഉണങ്ങുമ്പോക്കെയാണ്. കുട്ടികളെ മുടി ചെറുത് ഇഷ്ടപ്പെടുന്നു പറഞ്ഞിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ മുട്ടയിടിക്കും. മറ്റേ പഴയ പണ്ടത്തെ കാലത്ത് ഇതൂട്ടും മുടിയൊക്കെ വെട്ടിക്കൊണ്ട് നടക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നല്ലോ, അവര് ഇൻസ്പിറേഷൻ. മാങ്ങാത്തൊലി ഇല്ല, സീനൊന്നും ഇല്ല, വലിയ വൃത്തിയോടൊന്നും ഇല്ല. മുടി മുട്ടയടിച്ചിട്ട് ആടുകളുണ്ട്, നമ്മളെ ബാധിക്കുന്നില്ല. കഴിയുന്ന കണ്ടോ? കണ്ണിന് അവിടെയാണ് ഇടക്കിടയ്ക്ക് വർക്ക് ചെയ്യും, എന്നിട്ട് ഓഫായി പോകും. അപ്പൊ ഗൈസ്, ഇത് മുടി വെട്ടിയിട്ട് അവസാനത്തെ റിസൾട്ട് കൂടെ കാണിച്ചുകൊണ്ട് നമ്മുടെ ഈ വ്ലോഗ് അവസാനിക്കുന്നതായിരിക്കും. ശക്തി കണ്ട തീർന്നു. സുഹൃത്തുക്കളെ, ഇത് ഇച്ചിരി നല്ല ഫാഷനാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് നമ്മുടെ പുതിയ ഫാഷൻ. ഇനി കഴപ്പ് കാണിക്കുമ്പോ ഞാനൊന്ന് ആലോചിക്കും, ഒരു 5-6 വട്ടം ആലോചിക്കും. ഈ അറ്റത്ത് ഇത്തിരി പിടിക്കും. സുഹൃത്തുക്കളെ, കാണിക്കുന്നത് മൊത്തം കഴപ്പാണ്. കഴപ്പെന്ന് പറഞ്ഞാൽ കഴപ്പ് കേട്ടാലിരിക്കുള്ളൂ. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ വ്ളോഗ് ഇതോടെ കൂടി അവസാനിപ്പിക്കുന്നു. വീണ്ടും ഒരു വ്ളോഗിൽ കാണുന്നതുവരേക്കും ബൈ ഫ്രം നമസ്കാരം സുഹൃത്തുക്കളെ. ബൈ.